ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ സഭയിലേക്ക് വന്ന വിശിഷ്ടാതിഥിയെ പ്രത്യേകമായി ആദരിക്കുന്നു. ആ കുടുംബത്തിനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിനല്ല, ദേശത്തിന്, സഭയ്ക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സേതുമടയിലായിരിക്കുന്ന പാസ്റ്ററേയും അതുപോലെ മറ്റുള്ള എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് തന്നെ വചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. രണ്ട് വേദഭാഗങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം, അതിൻ്റെ 24 മുതലുള്ള ചില വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24 മുതലുള്ള വാക്യം. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുകയെ കൈ കഴുകി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ ഏറ്റുകൊള്ളുവിനെന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും പറഞ്ഞു. അങ്ങനെ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. വീണ്ടും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കുക. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് ചോദിച്ചു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകിയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അത് മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കാറുണ്ട് അത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രണ്ട് വേദഭാഗങ്ങളും ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ രണ്ട് വേദഭാഗങ്ങളും തമ്മിൽ ആശയപരമായോ സന്ദർഭപരമായോ അല്ലെങ്കിൽ സാഹചര്യപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. പീലാത്തോസ് തൻ്റെ അരമനയിലിരുന്നു കൊണ്ട് തൻ്റെ കൈ കഴുകി തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയാണ്. മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുകയാണ്. ഈ രണ്ട് വേദഭാഗങ്ങൾ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. പക്ഷേ ഈ രണ്ട് വേദഭാഗങ്ങളെയും ഏകോപിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പീലാത്തോസിന് കൈ കഴുകണമെങ്കിൽ ഒരു പാത്രം വേണം, ഒരു വാഷ് ബേസിൻ വേണം. കർത്താവിന് ശിഷ്യന്മാരുടെ കാൽ കഴുകണമെങ്കിൽ ഒരു പാത്രം വേണം, ഒരു വാഷ് ബേസിൻ വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തിന് ഒരു പേരിടുന്നത് പീലാത്തോസിൻ്റെ വാഷ് ബേസിൻ എന്നും യേശുവിൻ്റെ വാഷ് ബേസിൻ എന്നുമാണ്. ഈ രണ്ട് വാഷ് ബേസിൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം പീലാത്തോസിൻ്റെ വാഷ് ബേസിൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം തിരഞ്ഞെടുത്തത്. ആരായിരുന്നു പീലാത്തോസ്? പീലാത്തോസ് റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഗവർണറായിരുന്നു. 37 പ്രോവിൻസസ് ഉണ്ടായിരുന്നു. അതിൽ യഹൂദ നാടിൻ്റെ ഗവർണറായിരുന്നു പീലാത്തോസ്. പീലാത്തോസിനെ പറ്റി ലോകപരമായി പറഞ്ഞാൽ വളരെ മാന്യനായിരുന്നു, നീതിബോധമുള്ളവനായിരുന്നു, ധന്യനായ ഒരു മനുഷ്യനായിരുന്നു പീലാത്തോസ്. പീലാത്തോസിന് ഒരു വലിയ ഗുണം, ഒരു ക്വാളിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടരുതെന്ന റോമൻ ശിക്ഷാ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ പീലാത്തോസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. നമ്മുടെ ശിക്ഷാ നിയമത്തിൻ്റെ അടിസ്ഥാനം അതുതന്നെയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടിരുന്നു. പീലാത്തോസിന് മനസ്സിലായി, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ യേശു എന്ന പ്രതി കുറ്റവാളിയല്ലെന്ന് പീലാത്തോസിന് മനസ്സിലായി. ഈ പീലാത്തോസ് ഇവരെ ഏൽപ്പിച്ച മഹാപുരോഹിതന്മാരും പരീശന്മാരും ധാരാളം കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ കൈസർക്ക് കരം കൊടുക്കുന്നു നിരോധിച്ചു, കൈസർക്കെതിരെ ജനത്തെ കലഹിപ്പിക്കുന്നു,
ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അനേക സാക്ഷികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം അവർ കൈക്കൂലി കൊടുത്ത് ചില കള്ളസാക്ഷികളെ കൊണ്ടുവരുന്നതായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം പരിശോധിച്ച് നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൽ ചില സാക്ഷികളെ കൊണ്ടുവരുന്നതായി അതിൻ്റെ 14-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. മഹാപുരോഹിതന്മാർ, അതിൻ്റെ 55 മുതലുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 14:55 മുതൽ, മഹാപുരോഹിതന്മാർ ന്യായദിവസം യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ച് കണ്ടില്ല താനും. അനേകർ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. ചിലർ എഴുന്നേറ്റ് അവൻ്റെ നേരെ, ഞാൻ കൈപ്പണിയായി ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. സാക്ഷ്യം വന്നവർ അനേകം പേര് കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും ഒത്തുവന്നില്ല. എന്ന് വെച്ചാൽ അവർ തമ്മിൽ ചേർച്ചയുണ്ടായിരുന്നില്ല. അവസാനം 2-3 പേര് പറഞ്ഞു, ഇവൻ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയും. തൻ്റെ ശരീരത്തെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്, അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ആ കള്ളസാക്ഷ്യം പറഞ്ഞതിനും പൊരുത്തമുണ്ടായിരുന്നില്ല. അപ്പോൾ പീലാത്തോസിന് മനസ്സിലായി ഇവൻ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്. അതുകൊണ്ട് പീലാത്തോസ് പറയുന്നത് നമുക്കറിയാം. 3 പ്രാവശ്യമെങ്കിലും പീലാത്തോസ് പറയുന്നുണ്ട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജഡ്ജി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതി കുറ്റവാളിയല്ല എന്ന് പരസ്യമായിട്ട് പറയുകയും പിന്നീട് അവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ചോദിക്കുന്നുണ്ട് പീലാത്തോസ്, ഞാൻ നിങ്ങളുടെ രാജാവിനെ എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റു രാജാവില്ല. ഒരവസരത്തിൽ പീലാത്തോസ് പറയുന്നുണ്ട്, ഞാനിവനെ അടുപ്പിച്ച് വിട്ടയക്കും. ഇതിനിടയ്ക്ക് പീലാത്തോസിൻ്റെ ഭാര്യയുടെ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ യേശുവിനെ വിട്ടയക്കണമെന്ന് പീലാത്തോസ് ആഗ്രഹിച്ചു. അതിനായിട്ട് ആവുമ്പോൾ ശ്രമിക്കുകയും ചെയ്തു. യേശുവിനെ വിട്ടയക്കാൻ പീലാത്തോസ് ശ്രമിച്ച് യേശുവിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല, യേശുവിൽ വിശ്വസിച്ചതുമല്ല കൊണ്ടുമല്ല, യേശു നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. നിരപരാധിയായൊരു വ്യക്തി ശിക്ഷിക്കപ്പെടരുതെന്ന് പീലാത്തോസിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അവസാനം പീലാത്തോസ് പറയുന്നുണ്ട്, ഉത്സവം തോറും ഒരാളെ മോചിപ്പിക്കുമല്ലോ, ഞാൻ ആരെ മോചിപ്പിക്കണം? അവിടെയും പീലാത്തോസിൻ്റെ ആശയ്ക്ക് ഭംഗം വന്നു. അവർ പറഞ്ഞു, ബറബാസിനെ വിട്ടയച്ചാൽ മതി. അങ്ങനെ പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാനായിട്ട് എല്ലാ ശ്രമവും നടത്തുകയാണ്. യഹൂദന്മാർക്കും മഹാപുരോഹിതർക്കും മനസ്സിലായി പീലാത്തോസിൻ്റെ നീക്കം അപകടകരമാണെന്ന്. അവൻ വിട്ടയക്കാൻ ശ്രമം നടത്തുന്നു എന്ന് അവർക്ക് ബോധ്യമായി. ഇവനെ വിട്ടയച്ചാൽ പിന്നെ ഇവനെ പിടിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ യേശുവിനെ വിട്ടയച്ചാൽ പിന്നെ അവനെ പിടിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യേശുവിനെ വിട്ടയക്കാൻ പീലാത്തോസ് നീക്കം നടത്തുന്നതായി അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പീലാത്തോസിനെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന അവർ നടത്തുകയാണ്. ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, പീലാത്തോസിനെ തകർത്ത് കളയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ നടത്തുകയാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ഉച്ചത്തിൽ പറയും. പീലാത്തോസ് ഞെട്ടിപ്പോയി. പീലാത്തോസ് ഒരു അംബീഷ്യസ് ആയൊരു വ്യക്തിയാണ്. താനിപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറാണ്. താനിങ്ങനെ ഉയർന്ന് ഇനി പോകേണ്ടവനാണ്. അങ്ങനെ പോകണമെങ്കിൽ ഈ കൈസറുടെ ഗുഡ് ബുക്കിൽ താൻ കയറണം, കൈസറുടെ പ്രീതി സമ്പാദിക്കണം. ഈ കൈസറുടെ അപ്രീതി സമ്പാദിച്ചുകൊണ്ട് തനിക്ക് ഒരിക്കലും ഉയർച്ച പ്രാപിക്കാൻ സാധ്യമല്ല. മാത്രവുമല്ല, ഈ ജനത്തിൻ്റെ പ്രീതിയും തനിക്ക് സമ്പാദിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ യഹൂദ ജനത്തെ പീലാത്തോസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഒരു സംഭവം പറയുന്നുണ്ട്. പീലാത്തോസ് റോമൻ പ്രതിമകളെല്ലാം യെരുശലേം ദേവാലയത്തിൽ സ്ഥാപിച്ചു. അത് നീക്കം ചെയ്യണമെന്ന് യഹൂദ ജനത ആവശ്യപ്പെട്ടു. പീലാത്തോസിൻ്റെ കൈസറിയുടെ കൊട്ടാരം യഹൂദന്മാർ വളഞ്ഞു. അവരെ നീക്കം ചെയ്യാൻ പീലാത്തോസ് പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടു.
ഈ യഹൂദ ജനത എന്ത് ചെയ്തെന്നറിയാമോ? അവരെ കഴുത്ത് അനാവൃതമാക്കിക്കൊണ്ട് ആ പീലാത്തോസിൻ്റെ മുമ്പിൽ കവന്ന് കിടന്നിട്ട് പറഞ്ഞു, പീലാത്തോസെ, നീ ഞങ്ങളുടെ കഴുത്ത് വെട്ടിക്കൂ, പക്ഷെ നിൻ്റെ മ്ലേച്ഛ വിഗ്രഹത്തെ ഞങ്ങളുടെ ദേവാലയത്തിൽ സ്ഥാപിക്കാൻ സാധ്യമല്ല. പീലാത്തോസ് പിന്മാറി. ഈ ജനതയുടെ സ്വഭാവം പീലാത്തോസിനറിയാം. ഈ ജനതയുടെ അപ്രീതി നേടിക്കൊണ്ട് തനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് പീലാത്തോസിനറിയാം. മാത്രവുമല്ല, ഈ ജനത ഈ കൈസറുടെ അടുത്ത് എന്തെല്ലാം പരാതികളാണ് കൊടുക്കാൻ പോകുന്നതെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ. ഇതാവൻ കൈസർക്ക് കരം കൊടുക്കുന്നത് നിഷേധിച്ചവനെ വിട്ടയച്ചിരിക്കുന്നു, കൈസർക്കെതിരെ ജനത്തെ കലഹിപ്പിച്ചവനെ വിട്ടയച്ചിരിക്കുന്നു എന്നൊക്കെ കൈസറുടെ അടുത്ത് ഈ ജനത പരാതി പറഞ്ഞാൽ അങ്ങനെ അല്ലെന്ന് ബോധ്യപ്പെടുത്താൻ താൻ കുറേ വെള്ളം കുടിക്കേണ്ടി വരും. താൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നു? സ്വന്തം ജനതയ്ക്ക് പോലും വേണ്ടാത്ത ഒരുത്തനെ രക്ഷിക്കാൻ ശ്രമിച്ച് തൻ്റെ ഭാവി അപകടത്തിലാക്കണോ? തനിക്ക് തൻ്റെ കരിയറാണ് പ്രധാനം, തൻ്റെ ഉയർച്ചയാണ് പ്രധാനം, തൻ്റെ ഭാവിയാണ് പ്രധാനം. ഇവൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്, അവൻ യഹൂദന്മാരുടെ രാജാവ് തന്നെയാണ്. അത് പീലാത്തോസ് വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ പീലാത്തോസ് എഴുതിയത് യഹൂദന്മാരുടെ രാജാവായ നസറായനായ യേശു എന്ന്. ഇവനിലൊരു ദിവ്യത്വമുണ്ട്, യാതൊരു കുറ്റവും ചെയ്യാത്തവനാണ്. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷേ തനിക്ക് തൻ്റെ ഭാവിയാണ് വലുത്, തൻ്റെ കരിയർ, തൻ്റെ ഉയർച്ച. അത് വിട്ടുകളഞ്ഞിട്ട് ഒരു കളിക്കും താൻ മുതിരുകയില്ല. തൻ്റെ ഭാവിയാണ് പ്രധാനം. പീലാത്തോസ് ആരെവിടെ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് 2-3 പട്ടാളക്കാർ പീലാത്തോസിൻ്റെ അടുത്തേക്ക് വന്നു. പീലാത്തോസ് കൈ നീട്ടി. ഒരു പട്ടാളക്കാരൻ വെള്ളമൊഴിച്ചു, മറ്റൊരു പട്ടാളക്കാരൻ അടിയിലൊരു ബേസിൻ വെച്ച് കൊടുത്തു. പീലാത്തോസ് കൈ കഴുകി. വേറൊരു പട്ടാളക്കാരൻ പീലാത്തോസിൻ്റെ കയ്യിലേക്ക് ഒരു കർച്ചീഫ് കൊടുത്തു. പീലാത്തോസ് കൈ തുടച്ചിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾക്കിഷ്ടം പോലെ ചെയ്തു. ഇതാണ് പീലാത്തോസിൻ്റെ വാഷ് ബേസിൻ. ഇതൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. ശരി ഏതാണെന്നറിയാം, നന്മ ഏതാണെന്നറിയാം, നീതി ഏതാണെന്നറിയാം, ന്യായം ഏതാണെന്നറിയാം. പക്ഷേ നീതിയെയും ന്യായത്തെയും ബലികഴിച്ചുകൊണ്ട് തൻ്റെ ഉയർച്ചയും തൻ്റെ മഹത്വവും തൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഇതെല്ലാം തകർത്ത് കളയുന്നു. നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ ഔദ്യോഗിക ജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏതെല്ലാം അവസരത്തിലാണ് ശരി ഏതാണെന്നറിഞ്ഞിട്ടും നന്മ ഏതാണെന്നറിഞ്ഞിട്ടും നാം അതെല്ലാം ബലി കഴിച്ചുകൊണ്ട് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം കളക്ടറേറ്റിൽ ADM ആയിരുന്നു. അദ്ദേഹം ADM ആയിരിക്കുമ്പോൾ കളക്ടർ ഒരു 15 ദിവസം ട്രെയിനിങ്ങിന് പോയി. കളക്ടർ ട്രെയിനിങ്ങിന് പോയ ADMനാണ് ചാർജ് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ADM ആയിരിക്കുമ്പോൾ ഈ വില്ലേജ് ഓഫീസർമാരുടെ പോസ്റ്റിംഗ് വന്നു. പണ്ട് വില്ലേജ് ഓഫീസർമാരെ പോസ്റ്റിങ് ചെയ്യണ തഹസിൽദാരാണ്. ഇപ്പോൾ ഒരു പ്യൂണിനെ പോലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ കളക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചാർജ് വന്നപ്പോൾ ഒരു വില്ലേജ് ഓഫീസറെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം വന്നു. ആ വില്ലേജ് ഓഫീസർ അദ്ദേഹം എറണാകുളത്തെ ഒരു പോഷ് വില്ലേജിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം സർവേ ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. മറ്റൊരാളെയാണ് ഇപ്പോൾ സ്ഥാനം. വീണ്ടും അദ്ദേഹം സർവേ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ആ സ്ഥാനം തന്നെ വേണമെന്ന ആ നിർബന്ധം പറഞ്ഞു. എൻ്റെ സ്നേഹിതനായ ADM അദ്ദേഹം വളരെ അഴിമതിരഹിതനായൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഇവനെ ഈ വില്ലേജ് ഓഫീസിൽ ഞാൻ വയ്ക്കില്ല. വില്ലേജ് ഓഫീസിൽ വെച്ചാൽ അവൻ ലക്ഷക്കണക്കിന് രൂപയാണ് കൈക്കൂലി മേടിക്കുന്നത്. അവൻ കൈക്കൂലി മേടിക്കുന്നതെന്ന് മാത്രമല്ല, അവൻ അവിടെ വെച്ച് അവൻ ആ വില്ലേജ് ഓഫീസ് തന്നെ മറിച്ച് വിറ്റെന്ന് വരും. അങ്ങനെയുള്ളവനാ. അവന് വേറെ ഏതെങ്കിലും ഹെഡ് ക്ലാർക്കായിട്ട് വെക്കണം. ഏതെങ്കിലും ഓഫീസിൽ പൊതുജനങ്ങളുമായിട്ട് അധികം ബന്ധമില്ലാത്ത ഓഫീസിൽ അവനെ വെക്കണം എന്ന് കരുതി അദ്ദേഹം ഓർഡറൊക്കെ തയ്യാറാക്കി. യൂണിയൻകാരൊക്കെ വന്ന് അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം ഏതോ ഒരു സ്ഥലത്ത് അവനെ ഒരു ഹെഡ് ക്ലാർക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഇരുന്നപ്പോൾ റവന്യൂ മിനിസ്റ്ററുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, അവനെ ആ വില്ലേജിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. അദ്ദേഹം വിചാരിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എനിക്കിനി 6 മാസം സർവീസുള്ളൂ. ഇവനെ ഞാൻ ഈ വില്ലേജിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കി ആ ഓർഡറിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അവനെ ആ വില്ലേജിൽ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ വരും.
എൻ്റെ ഓർഡറിന് ഒരു വിലയുമില്ല. മാത്രമല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ ഞാനൊരു കരടായിട്ട് മാറുകയും ചെയ്യും. 6 മാസം കഴിയുമ്പോൾ ഞാൻ പെൻഷൻ പറ്റും. എനിക്ക് പെൻഷറി ബെനിഫിറ്റായിട്ട് നല്ലൊരു തുക കിട്ടും. മകളുടെ വിവാഹമൊക്കെ വരുന്നുണ്ട്. വീട് പണിയും കുറേ ശരിയാക്കാനുണ്ട്. ഞാൻ അതൊക്കെ ശരിയാക്കാൻ പോകണം, ഇവനെ നന്നാക്കാൻ പോകണം. ഇവനെ നന്നാക്കി കഴിഞ്ഞ് എൻ്റെ കുടുംബം വഴിയാധാരാകും. ഞാൻ മാത്രം വിചാരിച്ചാൽ നാട് നന്നാവുമോ? ഇവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ, 6 മാസം കൂടിയല്ലേ ഇവനെ നന്നാക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അദ്ദേഹം അവനെ ആ വില്ലേജ് ഓഫീസിൽ തന്നെ വെച്ചു. അദ്ദേഹം പിന്നീട് പറയുകയാണ്, ഞാൻ ഈ പീലാത്തോസിൻ്റെ വാഷ് ബേസിനാണ് ഞാൻ പിന്തുടർന്നു. നമ്മുടെ എല്ലാ ജീവിതത്തിലേക്ക് നാം ഇന്ന് പരിശോധിച്ച് നോക്കും. ഇന്ന് ഈ ലോകത്തിൻ്റെ ഗതി നോക്കുമ്പോൾ പല ന്യായാധിപന്മാരുടെയും അതുപോലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുക്കുകയാണ്. ശരി ഏതാണെന്നറിയാം, നീതി ഏതാണെന്നറിയാം, ന്യായം ഏതാണെന്നറിയാം. പക്ഷേ തീരുമാനമെടുക്കുന്നത് തെറ്റായ തീരുമാനം. എന്തിനു വേണ്ടി? സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി. പീലാത്തോസിൻ്റെ വാഷ് ബേസിൻ നമ്മോട് അതാണ് പറയും. എന്നാൽ യേശുവിൻ്റെ വാഷ് ബേസിൻ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് യേശുവിൻ്റെ വാഷ് ബേസിൻ? യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. ഈ കാൽ കഴുകുക എന്ന് പറഞ്ഞാൽ അന്ന് യെരുശലേമിൽ ഏറ്റവും വില കുറഞ്ഞ മ്ലേച്ഛമായ ഒരു പരിപാടിയാണ്. ഒരു വീട്ടിലേക്ക് ഒരു അതിഥി ചെന്നാൽ വീട്ടിൽ ആ അതിഥിയുടെ കാൽ കഴുകും. കാൽ കഴുകുന്നത് അടിമയാണ്. 2 അടിമയുണ്ടെങ്കിൽ അതിൽ ജൂനിയറായ വില കുറഞ്ഞ അടിമയാണ് ആ കാൽ കഴുകുന്നത്. ആ കാൽ കഴുകുന്ന ശുശ്രൂഷ ഇത് നമ്മുടെ പത്രോസിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് തൻ്റെ കാൽ കഴുകുന്നത്. പത്രോസ് കാൽ പിൻവലിച്ചു. എൻ്റെ ദൈവമേ, നീ എൻ്റെ കാൽ കഴുകരുത്. എന്തിനാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയത്? ഞാനിന്ന് എൻ്റെ വിശ്വാസികളോട് ചോദിക്കുകയാണ്, എന്തിനാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയത്? ആ കാൽ കഴുകിയത് എന്തിനാണെന്നുള്ളത് കർത്താവ് തന്നെ നമ്മോട് പറയുന്നുണ്ട്. കർത്താവ് തന്നെ നമ്മോട് പറയുകയാണ്, ഞാൻ എന്തിനാണ് നിങ്ങളുടെ കാലുകൾ കഴുകിയതെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവ് ചോദിക്കുന്ന ചോദ്യം 13-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരുടെ കാൽ കഴുകി വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതെന്തെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ഞാൻ ആകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ അന്യോന്യം കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ്. ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയതുപോലെ നിങ്ങൾ പരസ്പരം കാലുകൾ കഴുകേണ്ടതാണ്. ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ നാം എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കർത്താവ് തൻ്റെ ശുശ്രൂഷയിലൂടെയാണ് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തിയത്. കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കായി തൻ്റെ ജീവനെ മറുപടിയായിട്ട് കൊടുക്കുവാനും. ശുശ്രൂഷിക്കാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്ക് വളരെ പരിചിതമാണല്ലോ. ആ സെബദി മക്കൾ, ഒരാൾ ഞാൻ നിൻ്റെ ഇടത്തും നിൻ്റെ വലതും, നീ മഹത്വത്തിൽ വരുമ്പോൾ ഇടത്തും വലതുമായിട്ടിരിക്കാൻ അരുളി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന വാക്യമാണ്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാണ്. 26-ാം വാക്യം. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. വേദപണ്ഡിതന്മാർ ഇനി പറഞ്ഞ പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല. ഇപ്പോൾ ഒരു വ്യക്തി ഈ ലോകത്ത് മഹാനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവൻ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം നേടണം, മഹത്തായ കാര്യങ്ങൾ നേടണം, ഈ ലോകത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മഹത്വമായ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതാണ് മഹാനാകുവാൻ ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറയുന്ന മഹാനാകുവാനാകുന്നവനെല്ലാം എന്ത് ചെയ്യണം? മഹത്തായ കാര്യമൊന്നും ചെയ്യണം, ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളെപ്പോഴും പറയാറില്ല, നിങ്ങൾ ഒന്നാമനാകണം, പഠിത്തത്തിൽ ഒന്നാമനാണ്. എന്തൊക്കെ പറയും നമ്മൾ? മക്കളെ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കണം, എന്നിട്ട് അത് വീട്ടിൽ വരുന്നു വായിച്ച് മുഴുവൻ പഠിക്കണം, ഹോംവർക്കൊക്കെ നന്നായിട്ട് ചെയ്യണം,
കൂടുതൽ സമയം മൊബൈലിനെ കളിക്കോ ചിലവാക്കാതെ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കണം, കൃത്യസമയത്ത് ഉറങ്ങണം, കൃത്യസമയത്ത് എഴുന്നേൽക്കണം. അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്? നമ്മൾ ആരെങ്കിലും പറയണോ നീ ഒന്നാമനാകാനാക്കി നീ ഒന്നും പഠിക്കണ്ട, കണ്ട പിള്ളേരുടെ പെട്ടി പോയി ചുമക്കാൻ പറയുമോ നമ്മൾ? കർത്താവ് പറയുന്നത് അങ്ങനെയാ, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവനല്ല ദാസനാണ്. ഇത് പാരഡോക്സിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ അടിസ്ഥാനം ശുശ്രൂഷയാണ്, അത് വിനയമാണ്. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ, നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. മതി. നിങ്ങൾ നായകനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ നായകനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ആ ഇളയവനെ പോലെ ആകട്ടെ എന്നാണ് പറയുന്നത്. ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകട്ടെ. ഈ നായകൻ എന്ന ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ലീഡർ എന്ന വാക്കാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ലീഡർ ആരാ? നമ്മുടെ പ്രധാനമന്ത്രി തൊട്ട് നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ പൊതുജന സേവകർന്ന് അവരെ പറ്റി പറയും അല്ലേ? പൊതുജന സേവകർ, നമ്മുടെ MLA ആണെങ്കിൽ MP ആണെങ്കിലും മന്ത്രിയാണ്, നമ്മുടെ സേവകരാണ്, നമ്മളാണ് യജമാനന്മാർ. പക്ഷെ അങ്ങനെയാണോ നമ്മൾ സംഭവിക്കുന്നത്? അവരൊക്കെ സേവകരായിരിക്കണം. അതുപോലെ ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങളുടെ സേവകരാ, പൊതുജനങ്ങളെ സേവിക്കുന്നവരാ. പക്ഷെ അങ്ങനെയാണോ നമ്മൾ സംഭവിക്കുന്നത്? നമ്മൾ അവിടെ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുകയാണ്. അവർ നമ്മുടെ സേവകരാണ്. അപ്പം ഏതൊരു ശുശ്രൂഷയുടെയും അടിസ്ഥാനം, ഏതൊരു വലിയ പ്രവൃത്തിയുടെ അടിസ്ഥാനം അതിൻ്റെ ശുശ്രൂഷയാണ്. ശുശ്രൂഷക്കാരനാകണം. കർത്താവിന് എന്താണ് ഇത് പറയാനുള്ള യോഗ്യത എന്ന് നമ്മൾ വിചാരിക്കും. ഇങ്ങനെയൊക്കെ ശുശ്രൂഷിക്കാൻ കർത്താവിന് പറയാനുള്ള യോഗ്യത എന്താ? നമുക്ക് ഏവർക്കും അറിയാം, കർത്താവ് ദൈവമായതുകൊണ്ട് മാത്രമല്ല അങ്ങനെ പറഞ്ഞത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമുക്ക് വളരെ പരിചിതമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം നിങ്ങൾ ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. കർത്താവ് ദൈവമായിരുന്നു. ആ സമത്വ സിദ്ധാന്തമൊക്കെ ദൂരെ കളഞ്ഞ് സാധാരണ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ ആ യോഹന്നാൻ്റെ ഭാഷയെ പറഞ്ഞ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാ ചില ബൈബിൾ പരിപാടി. ഹി മേഡ് ഹിസ് ഡ്വെല്ലിംഗ് എമംഗ് അസ്. നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ലോകം സകലത്തെയും സൃഷ്ടിച്ചവൻ, സൂര്യനെയും ചന്ദ്രനെയും കോടാനുകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു സാധാരണ പൈതലായി ജനിച്ചു. അവൻ എവിടെയാണ് താമസിച്ചത്? അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു കൊണ്ടുവന്നു പോയി. കിട്ടുന്നിടത്തുനിന്ന് അവൻ ഭക്ഷണം കഴിച്ചു. ഉറങ്ങാൻ സൗകര്യമുള്ളിടത്ത് അവൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ അവൻ ഈ ലോകത്തെ സാധാരണ മനുഷ്യൻ. അവനാണ് നമ്മളോട് പറയുന്നത്, നമ്മൾ ഇളയവനെ പോലെ ആകണം, മറ്റുള്ളവരുടെ ശുശ്രൂഷക്കാരനാകണം. എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്? ഞാൻ വലിയവനാണ്, അവൻ ഇളയവനാണ്, അവൻ താഴ്ചയുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ മഹാമനസ്സുക കൊണ്ട് ചെയ്യാം എന്ന് വിചാരിച്ചല്ല ചെയ്യേണ്ടത്. ഓരോരുത്തരും തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അങ്ങനെയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് കർത്താവ് ഈ ലോകത്തെ രൂപാന്തരപ്പെടുക. കർത്താവ് നമുക്കറിയാം, കർത്താവ് പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയല്ല ചെയ്തത്. അവൻ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കാളിയായി തീർന്നു. നമുക്കറിയാം, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു, അവനെ ചെയ്ത അത്ഭുതങ്ങൾ വിവരിച്ചാൽ അത് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. ലക്ഷക്കണക്കിന് ആളുകളെ അവൻ സൗഖ്യമാക്കിയിട്ടുണ്ട്, അവരെ ചേർത്തണച്ചു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും കുഷ്ഠരോഗികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ.
ശുശ്രൂഷയിലൂടെ അവൻ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തി. മനുഷ്യവർഗത്തോട് പൂർണ്ണമായി ഏകീഭവിക്കാൻ സകലത്തിലും തൻ്റെ സദൃശന്മാരോട് അവൻ സദൃശനായി തീർന്നു എന്ന് പറയും. ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തെ ശുശ്രൂഷകൻ്റെ അടിസ്ഥാന ഘടകവും ഈ വിനയവും താഴ്മയും ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ കർത്താവിൻ്റെ ആ വാഷ് ബേസിൽ നിന്ന് അകന്നു പോവുകയാണ്. ശുശ്രൂഷയിൽ നമ്മൾ അകന്നു പോവുകയാണ്. മറ്റുള്ളവരെ ചേർത്തണയ്ക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള മനോഭാവത്തോടെ ചേർത്തണയ്ക്കാൻ ഇന്ന് നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ശുശ്രൂഷയ്ക്കായി അവൻ നമ്മെ വിളിച്ചിരിക്കുക. പഴയ നിയമത്തിൽ നമുക്ക് ജോസഫിനെ ജയിലിലായ കാര്യം നമുക്കറിയാം. ജോസഫ് എന്ത് ചെയ്തു? ജോസഫിനെ ജയിലിലാക്കി. ജോസഫിനോട് ജയിലർക്ക് കരുണ തോന്നി. സകല തടവുകാരെയും ബദ്ധന്മാരെയും അവനെ ഏൽപ്പിച്ചു. ജോസഫ് അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, ജോസഫ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്നാ പറയും. ശുശ്രൂഷ കിട്ടാൻ ഒരർഹതയില്ലാത്തവരാ, ക്രിമിനലുകളാണ്, കൊലപാതകികളാണ്, ദുഷ്ടന്മാരാണ്. പക്ഷേ അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവരെ ശിക്ഷിക്കാം, അവരെ ദണ്ഡിപ്പിക്കാം, അവരെ ശാസിക്കാം. പക്ഷെ അതൊന്നും അല്ല ജോസഫ് ചെയ്ത്. അവർക്ക് ശുശ്രൂഷിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ കീഴിൽ ഒരാളുണ്ടെങ്കിൽ നാം അവർക്ക് ശുശ്രൂഷയാണോ ചെയ്യുന്നത്, അതോ അവരുടെ മേൽ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ അധികാരം എടുക്കുകയാണോ ചെയ്യുന്നത്? ഈ ലോകത്ത് നമ്മെ ആക്കിയിരിക്കുന്നത് ശുശ്രൂഷിക്കാരനാണ് എന്നുള്ള വലിയ ഒരു അനുഭവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. മദർ തെരേസയെ നമുക്കറിയാം. ശുശ്രൂഷിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച മദർ തെരേസയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു സംഭവം ഒരു ദൈവദാസൻ ഒരിക്കൽ പറയുന്നുണ്ട്. ഒരു വിദേശി, അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വിദേശി ഈ ആശ്രമം കാണാനായിട്ട് ചെന്നു. ആശ്രമം കാണാൻ ചെന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസ് ഓണടിച്ചുകൊണ്ട് ചീറി അങ്ങോട്ട് അടുത്തു. ആ ആംബുലൻസിൻ്റെ വാതിൽ തുറന്നു. എവിടെയോ തെരുവിൽ കിടന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലാത്തരം ദുർഗന്ധവുമുണ്ട്, അണുക്കളുണ്ട്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനാദികൾ ആ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ശരീരം ഏകദേശം പൂർണ്ണമായും നഗ്നമാണ്. മുറിവുകളുണ്ട്, ചോരയും ചലവോലിക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ വിദേശിയോട് സംസാരിച്ചിരുന്ന സ്ത്രീ, ആ സിസ്റ്റർ ഓടി വന്ന് അവരെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ട് വിദേശി പുറകോട്ട് മാറി. ഈ സഹോദരി എന്ത് ചെയ്തു? അവർ ബക്കറ്റിൽ വെള്ളവും സോപ്പും ഒക്കെ എടുത്ത് ആ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ കഴുകി വെടിപ്പാക്കി, മുറിവുകളെല്ലാം വെച്ച് കെട്ടി, വസ്ത്രം ധരിപ്പിച്ചു. അതിനുശേഷം ഭക്ഷണം വാരിക്കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ഒരു അറപ്പോടോ വെറുപ്പോടോ അല്ല, പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ സഹോദരി അതെല്ലാം ചെയ്തത്. ഇതെല്ലാം കണ്ട് വിദേശി അത്ഭുതപ്പെട്ടു. എല്ലാം കഴിഞ്ഞ ശേഷം ആ മനുഷ്യനെ വിശ്രമിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആ വിദേശിയായ മനുഷ്യൻ ഈ സ്ത്രീയുടെ അടുത്ത് നിന്ന്, ഈ സഹോദരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സഹോദരി വലിയൊരു കാര്യമാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ $1,000,000 തന്നാൽ പോലും ഞാൻ ഇതുപോലൊരു ശുശ്രൂഷ ചെയ്യുകയില്ല. ആ സിസ്റ്റർ പ്രതികരിച്ചത് എങ്ങനെയാ? $1,000,000 തന്നാൽ ഞാനും ഇതുപോലൊരു കാര്യം ചെയ്യാൻ പോണില്ല. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളെല്ലാം ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ വിധിക്കപ്പെട്ടവരാണ്. ഇന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ, ആ മിഷണറിമാരും സുവിശേഷകരും എല്ലാം ഈ ശുശ്രൂഷയിലൂടെയാണ് ലോകത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മിഷൻ ഫീൽഡിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും. ആദിവാസികളോടുള്ള അവരുടെ ആദിവാസികളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി, സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഈ ശുശ്രൂഷയിലൂടെ മിഷണറിമാർ മുന്നോട്ട് പോവുകയാണ്. അതിന് ഏറ്റവും വേണ്ടത് നമുക്ക് ഏറ്റവും വിനയും താഴ്മയുമാണ്. മറ്റെല്ലാവരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള ആ വലിയ ഒരു ബോധ്യം ഇന്ന് നമ്മെ ഭരിക്കുന്നില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ആ മദർ തെരേസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ജാർഖണ്ഡിൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ്
കൽക്കട്ടയിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. അപ്പോൾ ഒരു അര ദിവസം കൽക്കട്ടയിൽ ചുറ്റിക്കറങ്ങാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഈ മദർ തെരേസയുടെ ആശ്രമത്തിലും ഞാൻ പോയി. അപ്പോൾ മദർ ഉപയോഗിച്ചിരുന്ന റൂം കാണാനായിട്ട് നമുക്ക് അവസരമുണ്ട്. റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്, ജനലിൽ കൂടെ നോക്കാം. നിങ്ങളെല്ലാവരും ജനലൊക്കെ കണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ ചെന്ന് നോക്കി, ഒരു കൊച്ചുമുറി എന്ന് വെച്ചാൽ ഒരു 10 അടി നീളം 8 അടി വീതിയെ കഷ്ടിച്ച് കണ്ടേക്കും. ആ മുറിയിൽ ഫാനില്ല, AC-യും ഇല്ല. അതൊരു ബാത്ത് അറ്റാച്ച്ഡ് മുറിയേ അല്ല. ഒരു സിംഗിൾ കോട്ട് കട്ടിലുണ്ട് മരത്തിൻ്റെ, അതിൽ ബെഡില്ല. ഒരു പായും തലോണയും ചുരുട്ടി വെച്ചിരിക്കുക. ഒരു ചെറിയൊരു മേശയുണ്ട്, അതിൻ്റെ സർഫസ് അത്ര ഇതല്ല. അതിൽ കുറച്ച് പുസ്തകവും കടലാസും പിന്നെ ഒരു കൊച്ചലമാരി കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അത് പൂട്ടിയിട്ടിരിക്കുക, പുറത്തു നിന്ന് കാണാം. ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവമേ, ലോകം മുഴുവൻ ആദരിക്കുന്ന സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഒരു വനിതയുടെ മുറിയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തന്നെ ഒരുക്കുന്ന, തന്നെ സമർപ്പിക്കുന്ന ആ വലിയൊരു മനോഭാവം. അപ്പോസ്തലനായ പൗലോസും ഈ ശുശ്രൂഷയിലൂടെ കടന്നുപോയതാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് താൻ എഴുതുമ്പോൾ തൻ്റെ ശുശ്രൂഷ, താൻ എത്രയും വലിയ ഭൗതികമായി എത്രയും വലിയ നിലയിലായിരുന്നു, എന്നിരുന്നാലും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ താൻ എത്രമാത്രം ശുശ്രൂഷയിലായിരുന്നു എന്നുള്ളതിന് അതിൻ്റെ 1 കൊരിന്ത്യർ 4 അധ്യായത്തിൽ നമുക്കറിയാം. 4:10 മുതൽ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്വങ്ങൾ, ഞങ്ങൾ മാനഹീനർ. അവസാനം പറയാണ്, ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയായിരിക്കും. കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷക്കാരൻ്റെ അനുഭവവും മനോഭാവവുമാണ് നമ്മൾ കാണുന്നത്. നാം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ടവരാണ്, വിധിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇതിൽ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നാം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടാണ് നാം നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം നമ്മേക്കാൾ ശ്രേഷ്ഠരായി കരുതുന്നുണ്ടെങ്കിൽ, നാം മറ്റുള്ളവരെക്കാൾ താഴ്മയുള്ളവരാണെന്ന് അറിയുന്നുവെങ്കിൽ, സ്വയം വിനയവും വിവേകവും ബുദ്ധിയും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. നാം എല്ലാവരും ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മൾ 2 വാഷ് ബേസിനിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒന്നെന്താണ്? പീലാത്തോസിൻ്റെ വാഷ് ബേസിൻ. പീലാത്തോസിൻ്റെ വാഷ് ബേസിൻ നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നീതി എന്താണെന്നും സത്യം എന്താണെന്നും ന്യായം എന്താണെന്നും അറിഞ്ഞിട്ട് അത് ചെയ്യാതെ സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ലോകരക്ഷിതാവിനെ ക്രൂശിക്കുന്ന ആ വലിയ ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്യുന്ന പീലാത്തോസ്. അവന് ന്യായം എന്താണെന്ന് അവനറിയാമായിരുന്നു, നീതി എന്താണെന്ന് അവനറിയാമായിരുന്നു, സത്യം എന്താണെന്ന് അവനറിയാമായിരുന്നു. പക്ഷെ അതെല്ലാം മറിച്ച് കളഞ്ഞിട്ട് തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, തൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവൻ ആ ലോകരക്ഷിതാവിനെ അവൻ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് അവന് ബോധ്യമായിരുന്നു. പക്ഷെ അതെല്ലാം അവൻ മറന്നു കളയാൻ അവൻ്റെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ ഉയർച്ച. എന്നാൽ യേശുവിൻ്റെ വാഷ് ബേസിന് എന്താണ് നമ്മൾ അറിയിക്കുന്നത്? ഏറ്റവും ഉന്നതിയിലിരുന്നിട്ടും, തൻ്റെ പിതാവിനോട് സമനായിരുന്നിട്ടും, എല്ലാ മഹത്വങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ ഈ ലോകത്തിലേക്ക് വന്ന് താണവനായി വന്നു. വളരെ സാധാരണക്കാരനായി ജനിച്ചു. അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഈ ലോകത്തെ തൻ്റെ ശുശ്രൂഷയിലൂടെ രൂപാന്തരപ്പെടുത്തി. ഈ 2 വാഷ് ബേസിനും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. നാം ഏത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? നാം ഏത് വാഷ് ബേസിനായിരിക്കും നമ്മൾ പിന്തുടരുന്നത്? പീലാത്തോസിൻ്റെ വാഷ് ബേസിനാണോ യേശുവിൻ്റെ വാഷ് ബേസിനാണ്? ഇന്ന് യേശു നമ്മെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുകയാണ്. ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ നാം ആരെ ശുശ്രൂഷിക്കുന്നോ ആളേക്കാൾ നാം താഴ്ന്നവനാണ്, ആൾ നമ്മേക്കാൾ ഉയർന്നവനാണെന്നുള്ള ബോധ്യത്തിൽ
നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ താല്പര്യപ്പെട്ട് നമുക്കൊരു നിമിഷം തലകള വണക്കാം. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങളെ ഒരുമിച്ച് ചെയ്യാത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവദാസൻ പറഞ്ഞതുപോലെ ഈ വർഷാവസാനത്തെ ഞായറാഴ്ച, അതായത് അടുത്ത വർഷത്തേക്ക് കടക്കാൻ പോകും, ആ ദിവസം ഞങ്ങളെ ഈ ഭവനത്തിൽ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, മനോഹരങ്ങളായ പാട്ടുകൾ പാടി ഞങ്ങൾ ആനന്ദിക്കുവാൻ നീ അവസരം തന്നതിനാ നിനക്ക് സ്തോത്രം. കർത്താവേ, വീണ്ടും ഞങ്ങൾ 2 വാഷ് ബേസിനിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നത് നിന്നെ ശുശ്രൂഷിക്കാനും നിന്റെ വേല ചെയ്യുവാനാണ് കർത്താവേ. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ അഭിവൃദ്ധിക്കും ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഞങ്ങളുടെ താല്പര്യത്തിനുമായി സത്യത്തെയും ന്യായത്തെയും നീതിയെയും മറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, നിന്റെ ശുശ്രൂഷയ്ക്കായി നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നല്ലോ കർത്താവേ. ഇനി ഉള്ള കാലത്തോളം നിൻ്റെ ഒരു ശുശ്രൂഷക്കാരനായി മാറുവാൻ ദൈവമേ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് വീണ്ടും കരമടിച്ച വചനത്തെ സ്വീകരിക്കാം. നമ്മളുടെ നിർമ്മല മനസാക്ഷിയെ ഉണർത്തുന്ന ഒരു വചനമാണ് ഇന്ന് വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മളോട് ഇടപെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2 വാഷിംഗ് ബേസിൻ ഇല്ലാതെ നമുക്ക് കിച്ചണിലെ വാഷിംഗ് ബേസിൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ. ഇത് കാണുമ്പോഴെങ്കിലും ഈ മെസ്സേജ് ഓർക്കാൻ നമ്മെ ദൈവം എന്നും സഹായിക്കട്ടെ. ഇതിന് നമ്മുടെ മുമ്പിൽ ദൈനംദിനമുള്ളൊരു ചോയ്സ് ആയിരിക്കും. ഈ 2 വാഷിംഗ് ബേസിനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന നിത്യമായ ആത്മീയ സത്യത്തെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവനെ കളയുന്നവൻ കർത്താവ് നിമിത്തം നമുക്ക് എന്തൊക്കെ നമ്മളെ തന്നെ നഷ്ടമാക്കിയിട്ടാണെങ്കിലും കർത്താവിനെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ അതാ നേട്ടം. സർവഭൂമിയും നേടിയിട്ട് കർത്താവിന് ലഭിച്ചില്ലെങ്കിൽ എല്ലാം നഷ്ടമായി. ഈ ഒരു സത്യത്തിലേക്ക് കൂടെ ഇന്ന് സംസാരിച്ച വചനം വിരൽ ചൂണ്ടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകം മുഴുവനും നേടിയാലും കർത്താവിനെ നേടിയില്ലെങ്കിൽ 0. എന്നാൽ എല്ലാം നഷ്ടമായിട്ട് കർത്താവിനെ മാത്രം നേടിയാലും നമ്മളൊരു ഹീറോ ആണ്. പക്ഷെ ഇതൊരു ചോയ്സാണ്. ദൈനംദിനം കർത്താവിന് വേണ്ടി എന്തെല്ലാം നേടാൻ പറ്റുന്നു എന്നുള്ളൊരു സന്ദേശമാണ് നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നത്. കർത്താവിന് വേണ്ടി എനിക്ക് എന്തെല്ലാം നഷ്ടം വരുത്താൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ ചിന്ത ഈ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽപ്പാനല്ല, കർത്താവിൻ്റെ വാഷിംഗ് ബേസിനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യം ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകാനുമാണ് മനുഷ്യപുത്രൻ വന്നത്. കർത്താവിൻ്റെ മേശ ആചരിക്കാനായിട്ട് പോകുമ്പം ആ വാക്യം വളരെ അപ്രോപ്രിയേറ്റ് ആണ്. ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ. ഇന്ന് മിനിസ്റ്റർ എന്ന വാക്കാണ് മന്ത്രിമാർ പോലും ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ കർത്താവിൻ്റെ ദാസൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓർത്തൊരു കാര്യം, ആരാണെന്നൊന്നും പറയുന്നില്ല. ഒരു ശുശ്രൂഷകൻ തൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ, നല്ലൊരു മനോഹരമായ വീടാണ്, എഴുതി വച്ചിരിക്കുക അദ്ദേഹം ഒരു സെൻട്രൽ പാസ്റ്ററാണ്. സെൻട്രൽ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്, അല്ലെങ്കിൽ ഒരു ബിഷപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സെൻട്രൽ പാസ്റ്റർ എന്ന് എഴുതിയതിന് പകരം സെൻട്രൽ മിനിസ്റ്റർ എന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ കടന്നു പോകുന്നത് വിചാരിക്കും ഇവർ കേന്ദ്രമന്ത്രി വല്ലതും ആണോ എന്നാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. നമ്മൾ സാധാരണ ഈ ഗേറ്റിൻ്റെ പുറത്തൊക്കെ എഴുതുന്നത് എന്തിനാ? നമ്മൾ ആരാണെന്ന് 10 പേര്, നമ്മളെ പേരാണെങ്കിൽ പോലും എഴുതുന്നത് എൻ്റെ പേര് 10 പേര് കണ്ടോട്ടെ എന്നുള്ളതാണ്. അവിടെ ആരെങ്കിലും ഇന്ന് കേട്ടതുപോലെ ഏറ്റവും ചെറിയ ദാസൻ എന്ന് എഴുതുമോ? മലയാളത്തിൽ മിനിസ്റ്റർ എന്ന പദത്തിന് ശരിക്കും ദാസൻ എന്നാണ് അർത്ഥം അല്ലേ? അർത്ഥം അങ്ങനെയൊക്കെയാണ്. പക്ഷേ മാനത്തിൻ്റെ പ്രതീകമായിട്ട് ഇന്ന് മന്ത്രിയായിരുന്നു, മിനിസ്റ്റർ ആയിരുന്നു എന്ന് പറയുന്ന മാനത്തിൻ്റെ പ്രതീകമാണ്. പക്ഷെ ഇവിടെ അതല്ല നമ്മൾ കേട്ടത്, ദാസത്വത്തിൻ്റെ പ്രതീകമായി. നമ്മളെല്ലാം
അന്യോന്യം ശുശ്രൂഷിക്കാൻ, പാദങ്ങൾ കഴുകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അന്യോന്യം ഒരാളുടെ ദാസനാവും, എന്നെ അതിനൊന്നും കിട്ടില്ലെന്നാണ് നമ്മൾ പറയാറ് അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ പഠിച്ച, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട വചനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ സഭയിലെ വിശ്വാസികളോട് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് വിലയിരുത്താൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്നൊരു വചനമാണ് കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മളോട് വളരെ ശക്തമായി ഇടപെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രം ഹെവൻ ഹി കെയിം ആസ് എ ഹെൽപ്ലെസ് ബേബ്. സ്വർഗത്തിൽ നിന്ന് സഹായമറ്റ ഒരു കൊച്ചു പൈതലിനെ പോലെ ജീവിതത്തിൻ്റെ ആ ഫേസിൽ നിന്ന് തന്നെ തുടങ്ങി തന്നെയാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു ദാസനായി വന്നത് എന്ന സത്യം നമുക്കിന്ന് ഓർത്ത് കർത്താവിൻ്റെ മേശ ആചരിക്കുമ്പോൾ ഈ വചനത്തിലെ സത്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ ഒരിക്കലും പിലാത്തോസിനെ പോലെ ആവില്ല കർത്താവേ. പൈലറ്റിൽ ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്ന് നമ്മളെ പ്രത്യേകിച്ച് ഓർപ്പിച്ചു. റിയലി ലൈക്ക് ഇറ്റ്, ദാറ്റ് ഇസ് ട്രൂ. എങ്ങനെയെങ്കിലും തൻ്റെ അധികാരം ഉപയോഗിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കർത്താവിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന ബോധമായിരുന്നു. പക്ഷേ ആരാണ് ഈ നിൽക്കുന്നത് എന്ന ശരിയായ ബോധമുണ്ടായിരുന്നെങ്കിൽ ആ ബോധമാണ് പലപ്പോഴും നമുക്കില്ലാത്തത്. തന്നെ കളഞ്ഞിട്ടാണെങ്കിലും, തൻ്റെ അധികാരത്തെ കളഞ്ഞിട്ടാണെങ്കിലും, നമുക്കുള്ളതെല്ലാം കളഞ്ഞിട്ടാണെങ്കിലും ദൈവരാജ്യത്തിൻ്റെ നിധി ഒളിച്ചിരിക്കുന്ന ഈ നിലം വാങ്ങിക്കാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. എല്ലാം വിറ്റിട്ടാണെങ്കിലും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ദൈവമേ, ഈ മനസ്സ് എനിക്ക് തരണമേ, ഈ ഒരു സമർപ്പണം എനിക്ക് തരണം. എന്ത് വില കൊടുത്തും എനിക്ക് കർത്താവിനെ നേടണം, എനിക്ക് ദൈവരാജ്യം നേടണം. ദൈവരാജ്യത്തിൻ്റെ നിധി ഒളിച്ചിട്ട് വരണ്ട നിലമാണെങ്കിലും എനിക്കത് വാങ്ങിക്കണം എന്ന ബോധ്യമാവട്ടെ നമുക്കുണ്ടാവേണ്ടത്.